ഇന്ന് നമ്മള് ജമ്മുവിലുള്ള മാട്ടു എന്ന ഗ്രാമത്തിലേക്കാണ് കേട്ടോ പോണത്. ജമ്മു ആൻഡ് കാശ്മീരിലെ നമുക്ക് നല്ല പ്രദേശങ്ങളും ഭംഗിയുള്ള പ്രദേശങ്ങളും ഒക്കെ കാണാൻ സഹായിച്ച വിഷ്ണുവിന്റെ ഫ്രണ്ടായ നരേന്ദ്ര മട്ടുവിന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ഗ്രാമത്തിന്റെ പേര് മട്ടു എന്നും അതേപോലെ നരേന്ദ്ര മട്ടു എന്നുള്ളതിന്റെ നരേന്ദ്രന്റെ സർനെയിമും മട്ടു എന്ന് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിട്ടോ. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ആണോ ഇനി ഈ ഗ്രാമം മുഴുവനും, അതാണോ ആ പേര് എന്ന് ഞാൻ ചോദിക്കേണ്ടായി. അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല, ഇവിടുത്തെ ജനങ്ങളുടെ സർനെയിമും മുഴുവനും അവരുടെ ഗ്രാമത്തിന്റെ പേരാത്രേ ആയിട്ട് ഉപയോഗിക്കണേന്ന്. അതായത് അവരുടെ ആ ഒരു ഗ്രാമത്തിന്റെ ഐഡന്റിറ്റി അവിടെ താമസിക്കുന്ന എല്ലാവരുടെയും സർനെയിമായിട്ട് ഉപയോഗിക്കേണ്ടത്ര. അതുപോലെ തന്നെ വേറൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താ അറിയോ, അവിടെ താമസിക്കുന്നവര്, ആ ഗ്രാമത്തിൽ താമസിക്കുന്നവരാണ് ഈ സുന്ദരകിലാടി സിനിമയിലെ പോലെ അവര് തമ്മിലാണ് കല്യാണം കഴിക്കുള്ളൂ. ആ ഗ്രാമത്തിലുള്ള ചെക്കനും ആ ഗ്രാമത്തിലുള്ള പെൺകുട്ടിയും തന്നെയാണ് കല്യാണം കഴിക്കുക. അതല്ലാണ്ട് അവര് അറേഞ്ച് മാരേജ് ആണെങ്കിൽ വേറെ ഗ്രാമത്തിൽ നിന്ന് കല്യാണം കഴിക്കില്ല അത്ര. ലവ് മാരേജുകൾ ഇപ്പോൾ സുന്ദരകിലാടികളൊക്കെ നടക്കണ പോലെ തന്നെ വേണമെങ്കിൽ നടക്കാം. അതല്ലാണ്ട് അറേഞ്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രാമത്തിൽ താമസിക്കുന്ന ചെക്കനും ആ ഗ്രാമത്തിൽ താമസിക്കുന്ന തന്നെ പെൺകുട്ടികളും ആണ് തമ്മിൽ കല്യാണം കഴിക്കുക. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കാർ ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് ട്രാക്ടറാണ്. അത് മിക്ക വീടുകളിലും ഇവിടെ മിക്ക ഗ്രാമത്തിലെ മിക്കവർക്കും കൃഷിയാണ്. അതുകൊണ്ട് മിക്ക വീടുകളിലും ഇങ്ങനെ ട്രാക്ടേഴ്സ് ഉണ്ടാവും എന്നാണ് പറയണത്. ട്രാക്ടർ കണ്ടതോടുകൂടി കുട്ടികളെല്ലാവരും ഭയങ്കര സന്തോഷമായി ട്രാക്ടറിൽ കയറണം എന്ന് പറയുന്നത്. എന്ത് ചെയ്യാൻ പോവാ? ട്രാക്ടർ ഓടിക്കാൻ പോകണോ? വീടിനോട് ചേർന്നത് അവിടെ തൊഴുത്തും പശുക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. मेरे कन्ने क्या है? അവർ പച്ചക്കറിയൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. കാരണം അവരുടെ അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ടൗണിലേക്ക് പോകാനും കേട്ടോ. അതുകൊണ്ട് അവരുടെ കൃഷി ഉണ്ട്, ബസ്മതി റൈസ് കൃഷി ഉണ്ട്. അത് കൂടാണ്ട് പച്ചക്കറികളും അവർ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നതൊക്കെ നമ്മളെ കാണിക്കാൻ കൊണ്ടുപോകണം കേട്ടോ. കിച്ചൺ ഗാർഡൻ. This is garlic plant. Garlic. Oh, okay. Small garlic is there. Okay. This is Bati sahab our Vegetable garden. लहसुन बोलते हैं ना. Garlic. क्लोव नहीं, लहसुन. Garlic. Before 20 days before I put. Me and my father. This all. That is aloo, onion. Okay. This bindi. Okay. Ladies finger. Yeah, that methi, green. ഒരു അടുക്കളയിലേക്ക് വേണ്ട ഏകദേശം എല്ലാ ഐറ്റംസും അവിടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി, സബോള, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, വെണ്ടയ്ക്ക, തക്കാളി, മല്ലിയില, പിന്നെ നമ്മുടെ ചീരയുടെ പോലെ, നമ്മുടെ ചീരയല്ല അവിടെ വേറൊരു പേരാ പറയുന്നത്, അതേപോലത്തെ ഇലകൾ, അങ്ങനെ ഓറഞ്ച്, അങ്ങനെ എല്ലാം തന്നെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ചപ്പാത്തി ഓൾസോ, വെജിറ്റബിൾ ഓൾസോ. Okay. This is gobi. Gobi. This is gobi. The carrot. That one carrot. Muli. White color one. Radish. This onion. Okay. Potato. This is potato. That small tree inside that is tomato. That single one between. Oh, that one. Okay. And you know this, the dhania. Tomato. Dhania, you know. Dhania means in English? Cardamom. That one. Oh. For Malli. putting on the. Malli. Yes. Malliela. See, Yes, it's malli. putting on the dal and everything. Yeah. Yeah, this is kadam. Kadam. That Same. showed na. Yeah. In car.
It's like cheera. Here, No. Bhatti sahab. Bhatti sahab. What is this? This is also kadam. Kadam, whole കടം. kadam. Okay. Bhatti sahab. നമ്മുടെ ചീര പോലെ അവിടെയുള്ള ഒരു ഇലക്കറിയാണ് കടം. Bhatti sahab. This here na full vegetable without fertilizer. യാതൊരുവിധ രാസവളവും ചേർക്കാണ്ട് ഓർഗാനിക്കായിട്ട് വെറും ചാണകവും ഒക്കെ ഇട്ടിട്ട് ഉള്ള ഒരു കൃഷിത്തോട്ടാണ് കേട്ടോ. Natural. സൂപ്പർ സുന്ദരി. Sugar cane. That one sugar cane. That one sugar cane. Yeah, big one. Sugar cane. This is kadi patta. കറിവേപ്പില. കടിപ്പത്ത ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലും ഉണ്ട് കറിപ്പത്ത. We put in curry. We put in curry, dal. പക്ഷെ ഇത്തിരി വലിപ്പമുണ്ട് അല്ലേ, നമ്മളെക്കാളും കുറച്ചും കൂടി വലിപ്പമുണ്ട്. Smell? പിന്നെ ഇവിടെ ഒരു രസകരമായ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തറവാട് വീട്. ആ തറവാട് വീട്ടിൽ ഇപ്പോൾ 3 മക്കളുണ്ട് വെച്ചാൽ ഒരു മകൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ തറവാടിനോട് ചേർന്ന് തന്നെ അടുത്തൊരു വീട് പണിയും. അതിനുശേഷം രണ്ടാമത്തെ മകൻ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും ആ വീടിനോട് ചേർന്ന് തന്നെ അടുത്ത വീട് പണിയും. അങ്ങനെ എല്ലാവരും ഈ വീടിനോട് ചേർന്ന് തന്നെയായിരിക്കും അടുത്തടുത്ത വീടുകൾ പണിയണത്. എന്നാൽ കോമ്പൗണ്ടിൽ തന്നെ ഒരേ ചുമരോട് ചേർന്ന് വേറെ വേറെ സെപ്പറേറ്റ് വീട് പണിയാണ് കേട്ടോ. ഇനി അടുത്ത മാസം ഒരു കല്യാണം, അവിടെ ഈ കുടുംബത്തിലെ ഒരു കുട്ടിയുടെ കല്യാണമാണ്. അപ്പോൾ ദാ അപ്പുറത്തൊരു വീട് പണിയാണ്. Next month. Yes. ഇപ്പം നമ്മൾ കയറുന്നത് നരേന്ദ്ര മട്ടുവിൻ്റെ ചേട്ടൻ കല്യാണം കഴിച്ചപ്പം അവർ പണിത വീടാണത്. ഇതിനോട് ചേർന്ന് ബാക്കിലായിട്ട് അവരുടെ പഴയ തറവാട് കാണാം കേട്ടോ. ഈ കാണുന്നതാണ് അവരുടെ പണ്ടത്തെ തറവാട്. ഇപ്പോൾ അവർ ഫ്രണ്ടിൽ അതിനോട് ചേർന്ന് തന്നെ ഇപ്പോൾ ഏട്ടന് വേണ്ടിയിട്ട് വീട് പണിതിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ നരേന്ദ്രൻ്റെ വീടിൻ്റെ അടുത്ത് വയലിൻ്റെ നടുവിലായിട്ട് ഒരു ബിൽഡിംഗ് കാണാൻ പോവുകയാണ് കേട്ടോ. ഒരു ഗോഡൗൺ എന്ന് വേണമെങ്കിൽ പറയാം. അതല്ല, ഗോഡൗണിൻ്റെ മുകളിൽ ഒരു ചെറിയ ബാച്ചിലർ പാർട്ടിയൊക്കെ നടത്താൻ പറ്റണ പോലെ അന്ന് അവിടെ തന്നെ വേണമെങ്കിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന പോലത്തെ ഒരു സെറ്റപ്പ് നരേന്ദ്രൻ ഉണ്ടാക്കിയിരിക്കണതാണ്. ഇങ്ങനെ വരുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ എല്ലാവരുമായിട്ട് കൂടാനും, അതേപോലെ എന്നാൽ ഗോഡൗൺ പോലെ എല്ലാ ധാന്യങ്ങളും മറ്റേ മെഷീൻസും ടൂൾസും എല്ലാം വയ്ക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. ഇവരുടെ വീട്ടിൽ വെജ് മാത്രമേ കേട്ടോ വയ്ക്കുള്ളൂ. പക്ഷേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂടുമ്പോഴാണ് ഇവർ നോൺ വെജ് ഒക്കെ വയ്ക്കുക അല്ലേ. ഇനി നമുക്ക് ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കിലൊക്കെ പോലെ വയലിന്റെ നടുവില് നമുക്കൊരു സംഗീതം കേൾക്കട്ടോ. പഞ്ചാബി ഓൾഡ് സോങ്. Punjabi old song. Very nice. അവര് തന്തൂർ റൊട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ടെറസിന്റെ മുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ നരേന്ദ്രൻ്റെ ചേച്ചിയുടെ വീട് ഇവിടെ അടുത്താണ്. അവിടെ ചേച്ചിയുടെ അളിയൻ്റെ ഹൽദി നടക്കുന്നുണ്ട് ഇന്ന് രാത്രി. അപ്പോൾ അതിനായിട്ട് പോവുകയാണ് കേട്ടോ. പോണ വഴി നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെ ഒരുപാട് നാൽക്കാലികളെയും കൊണ്ട് കുറച്ച് ആൾക്കാർ ടെൻറ്റ് കെട്ടി ഇങ്ങനെ താമസിക്കും. അടുത്തടുത്ത ഗ്രാമങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ കാണാനിടയായിട്ടോ. ഇവരെ പറയുന്ന പേരാണ് ഗുജ്ജർ എന്നാണ് പറയണത്. അവർ പാലൊക്കെ വിറ്റിട്ടാണ് ജീവിക്കുന്നത്. അവർക്കൊരു സ്ഥിരമായിട്ടുള്ള വീടൊന്നുമില്ല കേട്ടോ. അവർ ഇങ്ങനെ ഇവിടെ ഈ ഗ്രാമത്തിൽ ഇപ്പോൾ വന്ന് താമസിക്കണു. കുറച്ച് നാൾ കഴിയുമ്പോൾ പോകും. പക്ഷെ ഇവിടുത്തെ ഗുജ്ജർ ഈ ഗ്രാമത്തിൽ ഒരുപാട് നാളായി. അവർ ഏകദേശം സ്ഥിരമായ മട്ടാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞത്. അതല്ലാച്ച സാധാരണ ഗുജ്ജർമാർ ഓരോ ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയാണ് അത്ര പതിവ്. അങ്ങനെ ഞങ്ങൾ നരേന്ദ്രന് 2 ചേച്ചിമാരാ. ഒരു ചേച്ചിയുടെ വീട്ടിലാണ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ
ഹൽദിയാണ്. അപ്പം അത് കൂടാൻ വേണ്ടി ഞങ്ങളെയും കൂട്ടി വന്നിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ നോർത്ത് ഇന്ത്യൻ ഹൽദി നേരിട്ട് കാണാം എങ്ങനെയാണെന്ന്. പിന്നെ ചെറിയവർന്നില്ല വലിയവർന്നില്ല വയസ്സായവർ വരെ ഗംഭീര ഡാൻസാണ്. വെളിച്ചാവണ വരെ ഡാൻസാണ്. ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പതുക്കെ അവിടെ നിന്ന് പോയി. ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഇങ്ങോട്ട് യാത്രയുള്ളതുകൊണ്ട് ഇവരുടെ സ്നേഹം നമ്മൾ ചെന്ന് കയറിയപ്പോൾ തന്നെ അറിയാനിടയായതാണ് കേട്ടോ. മാട്ടുവിൻ്റെ വീട്ടിൽ മാട്ടുവിൻ്റെ ഫാമിലിയും അതേപോലെ തന്നെ അച്ഛൻ്റെ ചേട്ടൻ്റെ ഫാമിലിയും ഒന്നിച്ചാണ് താമസിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ നരേന്ദ്രൻ പറഞ്ഞത് ഇതാണ് എൻ്റെ സഹോദരങ്ങൾ എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ഇറങ്ങുമ്പോഴും ഞങ്ങൾക്കറിയില്ല നരേന്ദ്രൻ്റെ ശരിയായ സഹോദരനും സഹോദരി ഏതാണെന്ന് അറിയില്ല. അതേപോലെ അച്ഛൻ്റെ ചേട്ടൻ്റെ സഹോദരന്മാരെ ഏതാണെന്നും അറിയില്ല. ആ 4 പേരെയും അവർ ഒന്നിച്ചാണ് കാണുന്നത്. ഒരിക്കലും ഇതെൻ്റെ ചേട്ടനും ഇതെൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കളൊന്നും മാട്ടു പറയാനിടയായില്ല. അതിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അവരുടെ ആ ഒരു ഐക്യം, അവരാ ഒന്നിച്ച് താമസിക്കുമ്പോൾ ഉള്ള സന്തോഷവും എല്ലാം. വൈകിട്ടാണ് കല്യാണം. കല്യാണത്തിന് ഞങ്ങൾ നിൽക്കുന്നില്ല. ഇനി ജയ്മൂല് ചെന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങൾ കൂടി കാണാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഇനി ജമ്മുവിൽ എത്തിയിട്ടുള്ള വീഡിയോ അടുത്ത പാർട്ടായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഇതേപോലത്തെ രസകരമായ വീഡിയോസിനായി ശ്രീ പ്രണവ് വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.